പെട്ടിക്കണ്ടിച്ച് വിഴുങ്ങുന്ന കാര്യം ഓർത്തുള്ള ചിരിയായിരിക്കും. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യം ഓർത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നപ്പേട്ടാ, വൈകിട്ട് 4-ന് പമ്പിനടുത്ത് തെങ്ങിൻചോട്ടി കാണണം. എന്തിനാ? തേങ്ങ ഇടാനാണോ? അപ്പൊ കമ്മിറ്റിയുടെ കാര്യം മറന്നോ? മഹിളാജാതിയുടെ വരവ് ചെലവ് കണക്ക് ഇന്നത്തെ കമ്മിറ്റി വെക്കണം. ബാക്കി കാശും മറക്കരുത്. അങ്ങനെ ആ കമ്മിറ്റിയും തീർന്നു. പൊന്നപ്പൻ ചേട്ടോ, കുമ്പസാരിച്ചില്ലേ? ഓ, അവിടെ പാപികളുടെ ഭയങ്കര തിരക്ക്. ദുബായിക്ക് തിരിച്ചു വന്നേരത്തെ എല്ലാ പോക്കൃത്തങ്ങളും ഒരുമിച്ച് പറയാന്ന് വെച്ച്. പൊന്നപ്പൻ ചേട്ടാ, ഏതാ വരുന്ന പീസ്? അത് ആന്റപ്പന്റെ മൂത്ത മോളാ ഡെയ്സി. അതിന്റെ താഴെ സൂസി. മൂന്നാമത്തത് ജെൻസി. ഏറ്റവും ഇളയത് ലൂസി. ഒരാൺകൊച്ചിനെ തപ്പി പോയതാ. മഹിളാ ജാഥയായപ്പം നിർത്തി. എന്താ ജോസേ, കുർബാനയ്ക്ക് അമ്മച്ചി വന്നില്ലേ? ഓ, ഞാൻ വന്നേ പിന്നെ അമ്മച്ചിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരവേ ഇല്ല. വൈകിട്ട് വരും. കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ? ദൈവമേ, പെണ്ണ് കാണാൻ മാമാങ്ക ഇതോടെ അവസാനിക്കോ? ആ കെയർ ഓഫ് അത്യാവശ്യം 4 നേരം പുട്ടടിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നടത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് പുട്ടടിയാ. താറാവും വേണം. പിന്നെന്താ? കാശില്ലാഞ്ഞിട്ട് കെട്ടിക്കാണ്ടിരിക്കുക. പണത്തിന് മേൽ പരുന്ത് മാത്രമല്ലടോ, ആന്റപ്പനും പറക്കുകയല്ല. ഈ പണ്ടാരത്തിന് ചെവിയും കേൾക്കൂല. താനെന്ത് വൃത്തികേടാണ് കാണിക്കണേ? ആരാണെന്ന് അറിയോ? ചന്ദ്രന്റെ അമ്മയാ. അതോ? അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ തന്നെ. അയ്യോ, ഞാൻ പശുവിന് കൊടുത്തതാ. അയ്യേ, വൃത്തികെട്ടവൻ. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഞാനും അമ്മണിയും കൂടെ ഒളിച്ചോടി പശുവിനെ മോഷ്ടിക്കാൻ വന്നാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മോഷ്ടിക്കാനല്ല, ചന്ദ്രന് കാശ് കൊടുത്തതാ. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്. കാലിത്തങ്കൻ. കുഞ്ഞേ, തെക്കേത്തറയിലെ ഗീതയുടെ ഇവിടെ എവിടെയാ? എന്താ കാര്യം? ഇതിനു വേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരിന്ന് വന്നതാ. പള്ളിച്ചെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നതാ. കേറിയില്ല. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഗീത ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കുട്ടി മാരീഡാണോ? അല്ല. എന്തേ? ഇനിയിപ്പോ തെക്കേത്തറയിലേക്ക് പോണോ അമ്മാവ? അതെന്താ? അല്ല, ഈ കുട്ടിയെ കണ്ടപ്പോ കുട്ടിയുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും. പാലം കയറി ഇറങ്ങിയ ഒരു വീടും കുറെ താറാവും. അതാ എന്റെ വീട്. പോട്ടെ. അല്ല, നീ അങ്ങോട്ട് പോന്നു? തടിപ്പാലം, താറാവ്. അപ്പൊ തെക്കേത്തറയിലെ ഗീത ആ തറയോട് പോയി ചാകാൻ പറ. ഓ, ഒരു നല്ല കാര്യത്തിനെ പോയപ്പോ പുറകെ വിളിച്ചു വൃത്തികെട്ടവൻ. തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മനെ വിളിച്ചതാ. ഓ, താൻ തന്റെ ഭാര്യ വിളിച്ചാണ്. ഭാഗ്യം ഭയങ്കരവാ. അവൾക്കിടെ ഭാഗ്യം കുറച്ച് കൂടുതലാ. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഒരു കുരിശാണല്ലോ. ഇതാ എന്നെ പെണ്ണ് കാണാൻ വന്ന കോന്തൻ. അയ്യേ, ബെസ്റ്റ്. പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. ശരിയാ, ചെല്ല് ചെല്ല്. ചൂണ്ടയിടുക അല്ല, ആടിനെ കറക്കുക. പച്ചക്കള്ളം. എനിക്കറിയാം. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നാ മതിയല്ലോ. ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം? ഈ കുട്ടിയുടെ ഒരു തമാശ. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും നേരം ഉണ്ടാവും. എന്തിനാ ഇന്നും വന്നേ? അതെ, കുട്ടിയോട് എനിക്ക് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. നമുക്കിത്തിരി നടന്നാലോ? അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഏത് പോലെ അടയ്ക്കാതിരുന്നേ? അതല്ല, ടെൻഷൻ കാരണം ഉറങ്ങിയിട്ടേ ഇല്ല. അതെന്താ? അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ എന്നൊരു ചെറിയ ഡൗട്ട്. അതിൽ നിന്നും 5 പവൻ പൊന്നും 10,000 രൂപയും കുറച്ച് തന്നാലും മതി. അമ്മാവൻ അറിയണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം. എന്ന് വെച്ചാ 20 പവനും 40,000 രൂപയും അല്ലേ? അതെ, നല്ല ഡിസ്കൗണ്ട് അല്ലേ? അല്ല, എന്തിനാ ഈ കാശൊക്കെ? അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ, അതിനാ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണേ ആര് കാശ് വരും? വെറുതെ ആണെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ലേ. എങ്ങനെ പറയാണ്ടിരിക്കും? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ വളരുന്നത് പെണ്ണുങ്ങളുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകൊണ്ടാ. ചൂടാകാതെ ഗീതക്കുട്ടി, വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാം. അമ്മാവൻ അറിയാതിരുന്നാ മതി. മുഴുവൻ കുറയ്ക്കോ? അയ്യോ, ഫുൾ കിഴിവ് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അമ്മാവൻ അറിഞ്ഞ വഴക്ക് പറയും. അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി. അതെങ്ങനെ? അമ്മാവനെ അമ്മായി കെട്ടിയതാ? പോടാ മണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ.
കുട്ടനാട്ടിൽ പൂവാല ശല്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ അപരിചിതനായ ഒരാളുടെ പൂവാല വിളയാട്ടം കുട്ടനാട് കേബിൾ വിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മേ, ഈ ചന്ദ്രേട്ടന്റെ ഒരു കാര്യം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവുകളാണ് ഇയാളുടെ പ്രധാന വിഹാര രംഗം. ഈ അപരിചിതനെ കുറിച്ചുള്ള കുട്ടനാട് കേബിൾ വിഷന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. എന്റെ സോമ, ഇനി നിന്നെ ഈ കരയ്ക്ക് കണ്ട അടി തിത്തിത്തേ. വീശി എടുത്തോണം. ആ ജോസേ, മനസ്സമ്മതമൊക്കെ കഴിഞ്ഞല്ലേ, ഒന്ന് ചേർന്ന് നിന്നേ. ആ പീറ്ററെ, ഫോട്ടോ ഒന്ന് വേഗം എടുത്തേ. ആ നിക്ക് 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 എല്ലാരും കൂടെ ഒന്ന് വരട്ടെ. കൃഷ്ണൻകുട്ടി വാ പകിടാ വാടോ. വേം വാ. എല്ലാം നമ്മളെ ചുണ്ടൻ വെള്ളത്തിന്റെ ആൾക്കാരാ. ജയിക്കോ? എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഡേയ്സ് ചോദിക്കുക നമ്മളെ വള്ളം ജയിക്കോന്ന്. സംശയമുണ്ടോ? ടിവിയിൽ കണ്ടോ ട്രോഫി ആയിട്ട് നിൽക്കുന്നത്? വള്ളം ജയിക്കാൻ വേണ്ടി 10 കൂടും മെഴുകുതിരി അവളിന്ന് ചാവറയത്തിന് നേർന്ന് കഴിഞ്ഞു ജോസേ. ആര്? എന്റെ മോള് ഡെയ്സി. ആ, നേര് നേര്. ഗേൾസ് വരും, ഇറങ്ങിക്കോളൂ. ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ, അതുകൊണ്ടാ. ഇവിടെ അടുത്താണോ വീട്? ഒന്നും മിണ്ടാത്തത്. എടാ ദാസപ്പ, എന്തോ ഇത് നമ്മൾ ഇന്നലെ ടി വി കണ്ട ചേട്ടനല്ലേടാ? ടി വിയിലോ? ഞാനോ? അതാ ഈ ചേട്ടൻ തന്നെ ഇന്നലെ ഇവിടെ വാർത്തയിലൊക്കെ കാണിച്ചു. അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. ഒരുപാട് നേരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്നോ? ഒരു 10 മിനിറ്റ്. ടി വി കാണുന്ന പോലെ തന്നെ, ഒരു വ്യത്യാസം. ഈ ടി വിക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇനിയും കാണിക്കോ? കാണിക്കടാ. ഇനി നിന്നെ ഈ പരിസരത്തെങ്ങനെ കണ്ട വെട്ടി നുറുക്കി ഉപ്പിലിട്ട് അച്ചാറാക്കും. നിനക്ക് ഗീതയെ കെട്ടണം. അയ്യോ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കണം അല്ലേ? അത് ഞാൻ ഡീസന്റാ, ഞാൻ ഡീസന്റ്. വെള്ളം, വെള്ളം. എടാ ജോസേ, ജോസേ, എടാ അവനെ വിടരുത്, പിടിക്കാം. തറവണോ? ആ. ഇങ്ങ് നിക്ക്. തീരുമ്പം പറഞ്ഞാ മതി, കൊണ്ടുവരാം. അയ്യോ ചോദിക്കണ്ട, തീരുമ്പോ അമ്മച്ചി കൊണ്ടൊന്ന് മറിച്ചാ മതി. ഈ കൊച്ചിത്രസ്യാണ് നിർബന്ധം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ക്രോണിക് ബാച്ചുലറായിട്ട് ജീവിച്ചു തീർന്നേനെ. ഓ, അതിന്റെ ഒരു സുഖം. അത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവട്ടെ. അതെ 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 അതെ. അത് ഞങ്ങള് കണ്ടതാ, പള്ളി വെച്ച് കണ്ടപ്പോഴേ ഒരു തട്ടലും അതൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതല്ലേ. പൊന്നപ്പാ, ആ, ഡേയ്സി ആയിരിക്കും. ആ ഹലോ ജോസാ. ആ വെക്കാം. ശരി 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 ശരി, ഓക്കെ. ആ കുട്ടനാട് കേബിൾ വിഷനിന്നാ വള്ളംകളെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന്. പൊന്നപ്പാ. ഹലോ ഡേസിയാ, നിന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തതേ ഉള്ളൂ. മോളെ KCB വെച്ചേ, മിക്കവാറും ഇച്ചായനെ ടി വി കാണാം. ഓക്കെ ബൈ. പറമ്പിൽ ഔസേപ്പിന്റെ മകനുമായ ദുബായ് ജോസിന്റെ വിവാഹം നടക്കാനിരിക്കെ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി. ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. 6 മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി. ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂരുള്ളതാ രജനി, നല്ല സെറ്റപ്പാ. ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ